750 ഗ്രാം ചിക്കനാണ് കറിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള നീളത്തിൽ അരിഞ്ഞത് 2 എണ്ണം, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, കിഴങ്ങ് തക്കാളി 4ആയി മുറിച്ചത് 2 എണ്ണം, കുറച്ച് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത്, മീഡിയം സൈസ് നാളികേരം ചിരകിയത് 1. ചിക്കൻ ഉരുളിയിലേക്ക് ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കുക. അതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി, വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കുക. ചിക്കൻ വേകാൻ പാകത്തിനുള്ള വെള്ളം ഇതിൽ ചേർക്കണം. അതിനുശേഷം അടുപ്പത്ത് വെക്കാം. ആ സമയം കൊണ്ട് നേരത്തെ രാഗിയെടുത്ത നാളികേരം വറുത്തെടുക്കാം. അതിനായി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് നാളികേരവും അല്പം കുരുമുളകും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു ബ്രൗണിഷ് കളർ ആവുമ്പോൾ ഇറക്കി വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. തിളച്ചു വരുന്ന കറിയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും അരപ്പും ചേർത്ത് ഇളക്കി കുറച്ചു നേരം പാകമാകാൻ വിടുക. കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കുറച്ചു നേരം കഴിഞ്ഞ് ഇറക്കി വെക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഒരു മീഡിയം ഫ്രൈ ചെയ്ത് കറിയിലേക്ക് ഒഴിക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം അല്പനേരം കഴിഞ്ഞ് സെർവ് ചെയ്യാം.